ബഷീർ മാഷിന്റെ ഒരു പാരമ്പര്യവും ചരിത്രമൊക്കെ നമുക്കറിയാം. ഏത് മേഖലയിലും അഴിമതിയിൽ മുങ്ങി കുളിച്ച ഒരാളാണ് കഴിഞ്ഞ കാലങ്ങളിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഈ ഒന്നാം പ്രതി ആയിട്ടുള്ള കേസ് കോഴിക്കോട് നടക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്ത ഈ കേസിൽ അദ്ദേഹം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നാണ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പെരിന്തൽമണ്ണ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നാലകത്ത് ബഷീറിനെതിരെ ഈ ഒരു ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും വിമർശനവുമായിക്കൊണ്ട് പെരിന്തൽമണ്ണ നഗരസഭ പ്രതിപക്ഷം രംഗത്ത് വരികയാണ്. 2018 കോഴിക്കോട് നടക്കാവ് സംഘടിപ്പിച്ച അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന്റെ സംഘാടനത്തിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വലിയ രീതിയിലുള്ള വിമർശനവുമായിക്കൊണ്ട് ഈ ഒരു സമയത്ത് പ്രതിപക്ഷം രംഗത്ത് വരുന്നത്. ഏകദേശം 1 കോടിയിലധികം രൂപയുടെ വലിയ ക്രമക്കേട് അന്നത്തെ സംസ്ഥാന വോളിബോൾ അസോസിയേഷൻ സെക്രട്ടറിയായ നാലകത്ത് ബഷീർ നടത്തിയെന്ന വലിയ ആരോപണവുമായിക്കൊണ്ടാണ് ഈ ഒരു സമയത്ത് വലിയ പ്രതിഷേധവുമായിക്കൊണ്ട് നഗരസഭ പ്രതിപക്ഷം രംഗത്ത് വരുന്നത്. ചാനൽ 10 പ്രേക്ഷകരോടൊപ്പം ഈ ഒരു ഘട്ടത്തിൽ നഗരസഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ കൂടെയുണ്ട്. എന്തായാലും നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണെതിരെ വലിയ രീതിയിലുള്ള ആരോപണവുമായി ഈ ഒരു സമയത്ത് പ്രതിപക്ഷം രംഗത്ത് വരുമ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങളുടെ തുടർന്നുള്ള പ്രതിഷേധം? അത് 2018 ഒരു വോളിബോൾ നടക്കുന്നത്. ഇപ്പോ കഴിഞ്ഞ ആഴ്ചയാണ് UDF ഭരണത്തിലിരിക്കുന്ന പോലീസ്, അതായത് ചെന്നിത്തലയുടെ പോലീസാണ് ആ കേസ് FIR ഇട്ട് ഒന്നാം പ്രതിയായിട്ട് പെരിന്തൽമണ്ണ നഗരസഭയിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള നാലകത്ത് ബഷീർ മാഷാണ് ഒന്നാം പ്രതിയായിട്ടുള്ളത്. ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ബഷീർ മാഷിന്റെ ഒരു പാരമ്പര്യവും ചരിത്രമൊക്കെ നമുക്കറിയാം. ഏത് മേഖലയിലും അഴിമതിയിൽ മുങ്ങി കുളിച്ച ഒരാളാണ് കഴിഞ്ഞ കാലങ്ങളിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഈ ഒന്നാം പ്രതി ആയിട്ടുള്ള കേസ് കോഴിക്കോട് നടക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്ത ഈ കേസിൽ അദ്ദേഹം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നാണ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധിയിൽ നിന്ന് ഇത്തരമൊരു ആരോപണം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് പ്രതിപക്ഷം ഈ ഒരു സമയത്ത് അതിനോട് പ്രതിരോധിക്കുന്നത്? അത് ഞാൻ പറഞ്ഞ തീർച്ചയായിട്ടും ഞങ്ങള് കൗൺസിലിനകത്ത് ഇന്ന് പ്രതിഷേധം രേഖപ്പെടുത്തി പാക്കോട്ടിൽ ഇറങ്ങിപ്പോവുകയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ അതിനെതിരെയുള്ള ശക്തമായിട്ടുള്ള സമര പരിപാടികൾ ഞങ്ങൾ പാർട്ടിയുമായി ആലോചിച്ച് ഞങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയുന്നത്. കാരണം അതേപോലെ സ്ഥാനത്തിരിക്കുന്ന ആളാണ്. പെരിന്തൽമണ്ണ പോലെ ജില്ലയിലെ ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു പട്ടണത്തിന്റെ ആരോഗ്യ മേഖലയെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് നാലകത്ത് ബഷീർ. അദ്ദേഹമാണ് ഇപ്പോൾ 1,66,00,000 രൂപയുടെ വലിയ അഴിമതി ആരോപണം മാത്രമല്ല, അത് പോലീസ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നടക്കാവ് പോലീസ് UDF ഭരണത്തിലാണ്. UDF ഭരണം മാത്രമല്ല, രമേശ് ചെന്നിത്തലയുടെ പോലീസിന്റെ നേതൃത്വത്തിലാണ് ആ കേസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അദ്ദേഹമാണ് അതിന്റെ ഒന്നാം പ്രതി. അപ്പൊ തീർച്ചയായും അദ്ദേഹം ഈ സാഹചര്യത്തിൽ രാജിവെക്കണമെന്നാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. 2018 ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു സമയത്ത് പ്രതിപക്ഷം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രംഗത്ത് വരാനുണ്ടായ സാഹചര്യം എന്താണ്? ഞാൻ പറഞ്ഞാൽ ഇപ്പോഴാണ്, കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹത്തിന്റെ പേരിൽ പോലീസ് FIR ഇട്ട് ഒന്നാം പ്രതിയായി FIR ഇട്ട് രജിസ്റ്റർ ചെയ്യുന്നത്. ആ സമയത്താണ് നമ്മൾ പ്രതിഷേധം കൗൺസിലിനകത്ത് നമ്മൾ രേഖപ്പെടുത്തിയത്. എങ്ങനെയാണ് ഇനിയുള്ള തുടർന്നുള്ള സമരവും എന്നുള്ളത് പാർട്ടിയുമായി ആലോചിച്ച് നമുക്ക് മുന്നോട്ട് പോകാമെന്നാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. പെരിന്തൽമണ്ണ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നാലകത്ത് ബഷീറിനെതിരെയുള്ള ഈ ക്രമക്കേട് ആരോപണത്തിൽ വലിയ പ്രതിഷേധവുമായിക്കൊണ്ടാണ് ഇന്ന് നഗരസഭ പ്രതിപക്ഷം രംഗത്ത് വരുന്നത്. അദ്ദേഹം രാജിവെച്ചുകൊണ്ട് അന്വേഷണത്തെ നേരിടണമെന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ചാനൽ 10 ന്യൂസിനോട് പ്രതികരിച്ചത്. പെരിന്തൽമണ്ണയിൽ നിന്നും ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്താണ്? സുഖവും സന്തോഷവും നിരാശയും ഒക്കെ നിറഞ്ഞ ഈ യാത്രയിൽ എപ്പോഴെങ്കിലും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും അത് കലർപ്പില്ലാത്ത നമ്മളുടെ ബന്ധങ്ങളാണെന്ന്. അതെ, ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ്. അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.